ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, 2024 മുതലുള്ള ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ക്ലർക്ക് പോസ്റ്റിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് പുതിയൊരു സെലക്ഷൻ പ്രൊസീജിയറും കൂടി ഇന്ത്യൻ ആർമി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ടൈപ്പിംഗ് ടെസ്റ്റ്. ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായി കിടന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമി ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2024 മുതലാണ് ഇന്ത്യൻ ആർമി ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് എപ്പോഴാണ് നടത്തുന്നത് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ CE അതായത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും പാസ്സായി കിടന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റിൽ 30 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഏകദേശം 10 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഈ ഒരു 10 മിനിറ്റിൽ നിങ്ങൾ തന്നിരിക്കുന്ന പാസേജ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ ടൈപ്പിങ്ങിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന് മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ റെഗുലർ കേഡർ, JCO അല്ലെങ്കിൽ OR എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് താഴോട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ടൈപ്പിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക. കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ടൈപ്പിംഗ് ചെയ്യേണ്ട രീതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ എക്സാം സെൻറ്ററിൽ നിങ്ങളുടെ മോണിറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ മുകളിലെ ഒരു സ്ക്രീനിൽ പാസേജ് തന്നിരിക്കുന്നതാണ്. ഈ ഒരു പാസേജ് തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതേപടി കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഓരോ വേർഡും ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ റെഡ് ലെറ്ററാണ് മുകളിലത്തെ പാസേജിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെറ്ററിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഗ്രീൻ കളറാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വേർഡ് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 10 മിനിറ്റിനുള്ളിൽ തന്നിരിക്കുന്ന പാസേജ് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നിലവിലെ ഇന്ത്യൻ ആർമി ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ടൈപ്പിംഗ് ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ടൈപ്പിംഗ് പ്രാക്ടീസും ചെയ്തിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അതുപോലെ തന്നെ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.